ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഇന്ന് ചായ ഉണ്ടാക്കാൻ മടിയാണ് കേട്ടോ. ഇതൊരു വൈകുന്നേരം എടുത്ത വീഡിയോ ആണ്. ചായ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം ഫ്രിഡ്ജിൽ നോക്കും കേട്ടോ, ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന്. അങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ, ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, പ്ലമ്മും അതെന്തായിരുന്നു, പിയറും ഒരു സിട്രസ് ഫ്രൂട്ടും ആയിരുന്നു കേട്ടോ. ഇതിന് സിട്രസ് ഫ്രൂട്ട് എന്നാണ് കേട്ടോ ഞാൻ പറയാം. നിങ്ങളെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാലും ആരും അങ്ങനെ ചെയ്യാറില്ല. ഒരു 3-4 കമൻറ്റ്സ് കിട്ടും. പക്ഷേ അത് തന്നെ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടാണ് കേട്ടോ തോന്നുക. കാരണം ശരിയല്ലേ, നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ റിയാക്ഷൻ ആളുകൾ എങ്ങനെയാണ് ഈ തൊലിയിലാണെന്ന് പറയാറുണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെയൊക്കെ തൊലി കളയും. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ തൊലി കളയുന്നത്. എന്താണെങ്കിലും ഈ പെസ്റ്റിസൈഡ്സ് എല്ലാം കൂടെ അടിച്ചു കയറുന്നത് ഈ തൊലിയിലോട്ടായിരിക്കും. കുറച്ചെങ്കിലും ഒരു ഹെൽത്ത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ തൊലി കളഞ്ഞെടുക്കുന്നത്. ആപ്പിൾ ആണെങ്കിലും പിയർ ആണെങ്കിലും പ്ലം ആണെങ്കിലും ഞാൻ തൊലി കളഞ്ഞ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ എല്ലാവരും തൊലി കളയാതെ കഴിക്കുന്നതാണ്. കാരണം ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തൊലി കളയാറുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ ഒരേ രുചികൾ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അല്ലേ, എല്ലാവർക്കും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമല്ലെന്ന് പറയുന്നവരെയാണ് കേട്ടോ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിനങ്ങനെ എന്താണ് പ്രത്യേകിച്ചൊരു ഫ്ലേവർ എന്ന് വെച്ചാൽ എന്താ അതിന് പറയുക, പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നും പറയാനില്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഞാൻ ഒന്നിലും ഒരു ഫ്രൂട്ടിൻ്റെ ആണെങ്കിലോ കറിയുടെ ആണെങ്കിലോ എന്താണെങ്കിലും നട്ട്സോ അങ്ങനെ എന്തിൻ്റെ ആണെങ്കിലും ഞാൻ ടേസ്റ്റിലല്ല കേട്ടോ നോക്കുന്നത്. അതിനെന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതെങ്ങനെങ്കിലും മേടിച്ചാൽ അകത്താക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ചില സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റാറില്ല, കൂടുതലും അത് ചീത്തയായി പോവായിരിക്കും പതിവ്. പക്ഷേ ഇന്നെന്താണെങ്കിലും ഇതങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. പ്ലം കുറച്ച് കൂടുതൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഒരെണ്ണേ എടുത്തുള്ളൂ, കാരണം എല്ലാം കൂടെ കഴിച്ച് തീർത്തില്ല. വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. എനിക്കൊട്ടും ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ആവശ്യത്തിന് മേടിക്കുക, ആവശ്യത്തിന് ഉണ്ടാക്കുക, കഴിക്കുക, അതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഞാൻ ആകെപ്പാടെ കളയുന്ന ഒരു ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കേക്ക് ഉണ്ടാക്കണമെന്ന് കരുതി കുറേ ഐറ്റംസൊക്കെ മേടിക്കാറുണ്ട്. യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ചില പരീക്ഷണങ്ങൾ നടത്താമെന്ന് കരുതി അങ്ങനെയൊക്കെ മേടിക്കും. അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒന്നും ഞാൻ കളയാറില്ല കേട്ടോ. കൂടുതലും അങ്ങനെയൊക്കെ എൻ്റെ ചീത്തയായി പോകാറുള്ളൂ. എന്ന് വെച്ചാൽ കുറച്ച് ഈ ചൈന ഗ്രാസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എൻ്റെ കേടായി പോകാറുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെയുള്ളത് മാക്സിമം കളയാതെ തന്നെ എടുക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. കാരണം ഇതിനൊക്കെ തീ പിടിച്ച വിലയാണ്. പോരാത്തതിന് നമ്മളിത് ഭയങ്കര വില കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലും കൂടുതലും കേടായിരിക്കും അല്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥ ഭയങ്കര വിഷമമാണ്. കാരണം ഫ്രൂട്ട്സിന് ഭയങ്കര വിലയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നത് ചില ഇടത്തൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്ന ഫ്രൂട്ട് ഷോപ്പൊക്കെ ഇല്ലേ, അവിടെ നിന്ന് മേടിക്കുന്ന ഫ്രൂട്ട്സൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ കൂടുതലും എനിക്ക് ലുലുന്ന് മേടിക്കുന്ന ഇഷ്ടമാണ്. കാരണം അവിടെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമല്ലോ. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഒരുവിധം നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഫ്രൂട്ട്സ് മേടിക്കാൻ എപ്പോഴും ഇഷ്ടം ലുലു ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സ് എപ്പോഴും നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ എടുത്ത് നമ്മൾ ഞെക്കി നോക്കും. അങ്ങനെ ഞെക്കി നോക്കരുതെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. അങ്ങനെ ഞെക്കി നോക്കിയാൽ വേഗം തന്നെ ചതവ് പറ്റി ആ ഉള്ളു നീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി മേടിക്കാൻ വരുന്നവർക്കും അത് ഒരു നഷ്ടവും വിഷമവും അല്ലേ. മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഉള്ളു നീറിയതായിരിക്കും. അതൊക്കെ കൂടുതലും ഇങ്ങനെ മേടിക്കാൻ ചെല്ലുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിയും, ഞെക്കി നോക്കും. അപ്പം ഒരു മയത്തിനൊക്കെ നമ്മൾ നല്ലതാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെയാണല്ലോ മേടിക്കാൻ വരുന്നവർ എല്ലാവരും. ഇപ്പോൾ ഒരുപാട് പൈസ ഉണ്ടാവണമെന്നില്ല, ഉള്ള പൈസയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാം എന്ന് വിചാരിച്ച് വരുന്നവരും ഉണ്ടാവും അല്ലേ. പിന്നെ അപ്പോൾ അവരെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ ഫ്രൂട്ട്സൊക്കെ എടുത്ത് ചെക്ക് ചെയ്തിട്ട് പതുക്കെ വെക്കുക എന്നാണ് കേട്ടോ. ചിലരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഫ്രൂട്ട്സ് മേടിക്കാൻ വന്നിട്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു എയറാണ് അവരെടുത്ത്. പക്ഷേ അങ്ങനെയൊന്നും ആരും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ നാട്ടിലെ ഫ്രൂട്ട്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പോയിസണൊക്കെ കൂടുതൽ, അതായത് കുറച്ച് പെസ്റ്റിസൈഡൊക്കെ അടിച്ച് കൂടുതൽ വരുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ കുറച്ച് ഉപ്പോ മഞ്ഞളോ ഒക്കെ ഇട്ട് അതിലിട്ട് വെച്ചിട്ടാണ് എൻ്റെ ഒരു വിശ്വാസത്തിനും സമാധാനത്തിനും ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ കിട്ടുന്നതല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ 4 മണി വിശേഷങ്ങൾ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.